का स्वागत है आपके फेवरेट रिएक्शन चैनल में। और आज हम लेके आए पंजाबी हाउस के सीन 3 का रिएक्शन। एंड लास्ट दो जो सीन थे वो बहुत ही ज़्यादा फनी और कॉमेडी सीन्स चल रहे हैं। एंड अब ये पूरी तरीके से उस घर में आ गए हैं, अब तो ब्लास्ट होने वाला है। सच में यार, मतलब मजा आ रहा है सब देख के। और ये कुश्तियाँ करी और कैसे यहाँ से वहाँ उनको पटा है, मजा आ गया। एंड कहते हैं ना, जैसे ओरिजिनल तो ओरिजिनल ही होती है, तो वही यहाँ पे फील आ रहा है। सो देखते हैं कैसा होगा, तो आप भी देखो, हम देखते हैं। लेट्स स्टार्ट। മനസ്സിലാക്കിക്കോടാ എനിക്ക് ബുദ്ധിയുണ്ടെന്ന് മണ്ട പൊട്ടനും പോയി പണ്ടനും പോയി ബോട്ടും കിട്ടി അയലേസാ മര്യാദക്ക് ഞാൻ പറയുന്നതും കേട്ട് ഇവിടെ നിന്നാ अच्छा നിനക്കൊക്കെ കൊള്ളാം. ഇല്ലെങ്കിൽ എനിക്കിട്ട് കൊള്ളും. ഞാൻ ഇവിടുത്തെ മാനേജരാ, ഉത്തമൻ. എന്നാലും ശരിയായി ഇവ കേൾക്കൂല. ഓഹോ, ഇവനെ ഞാൻ കേൾപ്പിക്കും. ഓ എന്നാ രക്ഷപ്പെട്ട് പറഞ്ഞു കേട്ടോടാ. ഇല്ലെങ്കിൽ എന്റെ കയ്യിലെ ചൂട് നീ അറിയും. നല്ല തണുപ്പാണല്ല. തർക്കുത്തരം പറയുന്നോടാ. നിന്നെയൊക്കെ ഞാൻ കാണിച്ചു अरे നിങ്ങളൊക്കെ ഇതെവിടെ പോകുന്നു? അല്ല ആരോ കാണിച്ചരാന്ന് പറഞ്ഞ് ദേ ഒരെണ്ണം. ആ ഒരെണ്ണമല്ല രണ്ടെണ്ണം. ओ എന്താ നിങ്ങളെ കാണിച്ചെന്നതാ. അല്ല അല്ല വേം സാബ്, യുവമാർ നിങ്ങളെ കണ്ടിട്ടേ ഇല്ല. കണ്ടു. എന്താണ് അവിടെ ഞാനിവന്റെ കഴുത്തിന്റെ അളവെടുക്കായിരുന്നു. അതൊക്കെ പിന്നിലേക്കാം. ആദ്യം അവന്മാരെ കൂടി വിട്. ഓ ചെല്ലടാ. അവന്മാരോട് അങ്ങോട്ട് ചെല്ല വാ. ആ, നിങ്ങളിൽ ആർക്കാണ് ഭംഗിയായി ഷൂ പോളിഷ് ചെയ്യാൻ അറിയാവുന്നത്? शूज पॉलिशिंग। എനിക്കറിയില്ല. ദൈവന് ഭംഗിയായിട്ട് ഷൂ പോളിഷ് ചെയ്യാൻ അറിയാം. എന്താ അതിന്റെ പേര്? രമണൻ. മരണനോ? നീ ഒരു കാര്യം ചെയ്യ്, ആദ്യം ഷൂ പോളിഷ് ചെയ്ത് പഠിക്കും. ഉത്തമ, ഇവിടെയുള്ള എല്ലാ ഷൂസും ഈ മരണനെ കൊണ്ട് പോളിഷ് ചെയ്യിപ്പിക്കേ. കമ്പനി പോലും കാണില്ല ഇത്രയും ഷൂ. ഇതൊക്കെ പഴയതാ. ഇതിൽ ചെയ്ത് പഠിച്ചിട്ട് പുതിയത് തരാം. പിന്നെ കാലുകളിൽ കയറി കുറെ പുറത്തു പോയിട്ടുണ്ട്, അതൊക്കെ തിരിച്ചു വരും. ഇത്രയും ഷൂ റോട്ടിൽ നിന്ന് പോളിഷ് ചെയ്താ ഒരൊറ്റ ആഴ്ചക്കുള്ള ഒരു ബോട്ട് വാങ്ങാൻ പറ്റും. ഒന്ന് സഹായിക്കണം. ഏയ് അത് പറ്റില്ല. നിന്നോട് പറഞ്ഞ പണി നീ ചെയ്യണം. അതും പറഞ്ഞ സമയത്തിനുള്ളിൽ തീർക്കണം. ഇല്ലെങ്കിൽ ബെൽറ്റിന് അടി കൊള്ളും. ആഹാ അത്രയ്ക്കായ എങ്കിൽ പറഞ്ഞ സമയത്തിനുള്ളിൽ തീർത്തിട്ടേ ബാക്കി കാര്യം. कितने जूते हैं इनके पास। गॉड പെട്ടെന്ന് തീർത്താൽ ഉടനെ അടുത്ത പണി തരാം. തീരുമ്പോ പണി തരാം. जिन दौड़ी है। നിങ്ങളിൽ ആർക്കാ നല്ല ഭംഗിയായിട്ട് അലക്കാൻ കഴിയുന്നത്? कपड़े किसको धोने आते हैं? ആർക്കാ? എനിക്ക് ഭംഗിയായിട്ട് അലക്കാൻ അറിയാം. ഇവന് ഒട്ടും അറിയില്ല. ഞാൻ പഠിപ്പിക്കാം. വേണ്ട വേണ്ട, വില കൂടിയ ഡ്രസ്സാ. അറിയാത്തവൻ ചെയ്താ അതൊക്കെ കീറും. നീ തന്നെ അലക്കിയാ മതി. हर चीज उल्टी पड़ जाती है। ഞമ്മിക്കോ നിന്റെ ഒടുക്കത്തെ തുമ്പലാണെന്ന് നീ മറക്കണ്ട. എവിടെ അലക്കില്ല. ऊपर से धोबी की तरह धुलवा रहे हैं पूरे। ये इनके मजे हैं। അവന്റെ ഒടുക്കത്തൊരു ടൈറ്റാനിക് ഉണ്ടാക്കി കളിക്കല്. टाइटैनिक। കൊത്തുമണിയുള്ള ഉടുപ്പ് കൊടുത്തോണ്ടല്ലേ അവനെ പോസ് കാണിക്കണത്. മര്യാദയ്ക്ക് ഇത് അലക്കണം. ഇല്ലെങ്കിൽ മനീന്ദ്ര സാബ് നിന്നെ എടുത്തിട്ട് അലക്കും. और आगे अरे रे അറിയാൻ പാടില്ലാണ്ട് ചോദിക്കുക. 2 വർഷമായിട്ട് ഇവിടെ അലക്കുന്ന വാചടിക്കാതെ വേഗം അലക്കടോ, ബാക്കിയുള്ളവരും തുണിയും കൊണ്ട് വരുന്നുണ്ട്. നന്നായി. ആ. അതെ ഈ വീട്ടിൽ എത്ര കുടുംബങ്ങളുണ്ട്? 10 से 16 फैमिली ഇതൊക്കെ പ്രഖ്യാപിച്ചൂടെ? डिस्ट्रिक्ट बना लो। എന്റെ അമ്മേ ഇത് ഏത് കാലമാണെന്നാണ്? സാബിന്റെയാ. ഈ കാലമാടന്മാരെക്കാൾ ബെടാ ഇനി വേറെ. ഇവന്മാരൊക്കെ എന്ത്? ബഡാ സാബിന്റെ ശരിക്കുള്ള സാബ് Senior boss, സിക്കന്ദർ സിംഗ്. സാബ് പോയിരിക്കുക, ഉടനെ വരും. അങ്ങേരൊന്ന് വന്ന് നിന്നാ മതി, അപ്പ മൂത്രം ഒഴിക്കും. അങ്ങേർക്ക് അതിന്റെ അസുഖം ഉണ്ടാ? അങ്ങേരല്ല, ഇപ്പൊ കണ്ട കൊമ്പന്മാരില്ലേ ആ. അവര്. യുവമാർക്കെല്ലാം ബഡാ സാബിന് വലിയ പേര്. सीनियर बॉस, എനിക്ക് बड़े बॉस। ഏയ്, ഖാനാ ഖാനാ. खाना കാണ കഴിയാനൊന്നും എനിക്ക് പറ്റൊന്നുമില്ല. നഹി 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 എന്ന് പറഞ്ഞാൽ നഹി. ഓടോ ഹേ अरे अरे खाना ചെല്ലടാ ചെല്ലി പോയി കാണ കഴുകു. നല്ല വൃത്തിയായിട്ടൊക്കെ കഴുകണേ. കാനല്ല ഖാന. ചപ്പാത്തി ഇവനായാലും വിളിച്ചത്. खाने के लिए बुलाया था। നിക്കാൻ പറ്റണില്ല. വേണ്ട, ഇനി അങ്ങോട്ട് ചെല്ലണ്ട. വേണ്ടാന്ന് പറഞ്ഞിട്ട് തിന്നാൻ ചെന്നിരുന്നാലേ അങ്ങേര് നിന്നെ ചപ്പാത്തി ആക്കി ചുടും. अरे എന്റെ ദൈവമേ, यार। പണിയൊക്കെ എനിക്ക് തീറ്റ അവനും. ദേ, തിന്നാൻ എന്തെങ്കിലും എല്ലാരും നിന്ന് കഴിയട്ടെ, നിന്ന് അലക്ക്. എന്തുവാ ഇത്? ഇതെന്നെ മുതലാളിയാണെന്ന് ഒരു സെക്കൻഡ് ഞാൻ ചിന്തിച്ചു പോയി. അയ്യോ, ഇത് നിന്റെ മുതലാളിയല്ല. ബഡാ സാബിന്റെ ഒരേ ഒരു പെണ്ണാണ് മേം സാബിന്റെ ചുരിദാർ. Only daughter. ചുരിദാറിനൊന്ന് വേദനിച്ചാ മതി, ബഡാ സാബ് നിന്നെ ഈഞ്ച പരുവാ. आहा क्या बात है। तंदूरी रोटियां। खाना
ചപ്പാത്തി കഴിക്കാറില്ല, ചോറാണ് തിന്നണത്. അതുകൊണ്ട് എനിക്ക് ഹിന്ദി അറിയാനും പാടില്ല. അതാണ് കാണാന്ന് പറഞ്ഞപ്പോ ഞാൻ വേണ്ടാന്ന് പറഞ്ഞത്. ബസ് എന്നിട്ട് അലക്കാൻ പറ്റില്ല, ഇത്തിരി ചോറ് തരുത്. ഓ, ഇതും ഹിന്ദിയാണ്. എനിക്ക് ചപ്പാത്തി നഹി നഹി, എനിക്ക് ചോർ ചോർ. चोर? अरे चोर मतलब थीफ होता है. तू चोर है? Yes, I am ചോർ. No കഞ്ഞി. राइस ईटर. അച്ചാർ, എനിക്ക് അച്ചാർ. ചോർ ഇത്ര ദൂരെ ഉണ്ട് വെച്ചേക്ക്. और तेज आवाज लगा रहे हो. ओ, चोर. ഇതെന്തൊരു നാടാ? കാണാന്ന് പറഞ്ഞാൽ ചപ്പാത്തി, और ചോറെന്ന് കാലി. പറഞ്ഞാൽ ഇടി. ഇതൊക്കെ ഭ്രാന്തന്മാരുടെ വീടാ. വിവരദോഷികൾ. ഇതിവിടെ ഇരിപ്പണ്ട. എടാ നീ അറിഞ്ഞാ എന്നാ അടുക്കളയിൽ തിരിച്ചടാ. അവിടെ ഇടിച്ച്. ഇനി അടുക്കളയിലൊന്നും പോണ്ട, ഇവിടെ ഇരുന്നാ മതി. ഇവിടെ കിട്ടും ഇടിയാ. അല്ല ഭക്ഷണം. എന്റെ അമ്മോ. പിന്നെ, ഇതെന്ത് പണ്ടാരോ ഭക്ഷണം? ഇതെങ്ങനെ തിന്നാനാ? പായി കുറച്ച് ചാറ് തരോ? അച്ചാർ. ചാർ ചാർ. चार नहीं अचार. ഇതെന്താണോ ഇത്? 1 2 3 चार 6 छः. 6 अरे नहीं. ഒന്ന് പോടാ അവിടെ. നീ കയ്യിലുണ്ടില്ലേ? പിന്നെ 24 മണിക്കൂർ അടക്കിക്കൊണ്ടിരിക്കണം ഞാൻ കപ്പടേ ഇതോ. കയ്യിൽ. അത് ഇത് തിന്നാനായിട്ട്. ओ അറക്കമില്ല വന്നോട്ടോ നടപ്പിക്കാൻ. ഇന്നത്തെ ഭക്ഷണം കൊള്ളാം, നല്ല മയമുണ്ട്. തിന്ന് തിന്ന്. അപ്പൊ ഇതാണല്ലേ പുതിയ രണ്ട് പണയൊരുപ്പടികൾ. പക്ഷെ യുവന്മാര് കുഴപ്പമൊന്നുമില്ല മാം സാർ, നല്ല പിള്ളേരാ. ചപ്പാത്തിക്ക് അച്ചാറാ? ഇതൊന്നും നടക്കൂല. വേറെ കളിയൊന്നുമില്ലേ? ഓഹോ, 5 സ്റ്റാർ ഭക്ഷണം കഴിച്ച് സുഖിക്കാൻ വന്നാണല്ലേ? വേഗം ഇതും കഴിച്ച് ജോലി നോക്ക്. ഞങ്ങൾ മലയാളികൾക്ക് ഈ ഗോതമ്പ് ഷീറ്റ് കഴിക്കുന്നത് ശരിയില്ല. എന്നിട്ട് ഇത് ഇയാളെ കണ്ടോ ഒരു അക്ഷരം ഇണ്ടാതിരുന്ന് കഴിക്കുന്നത്? അവൻ എന്തു കൊടുത്താലും ഒന്നും മിണ്ടില്ല, എന്തു പറഞ്ഞാലും കേൾക്കുകയില്ല. എന്താ പൊട്ടനാ? അതെ, എന്ന് വെച്ചാൽ അതിന്റെ അഹംഭാവം അവനില്ലട്ടാ. आ ദേ നിന്നെടുത്തോടാ. ദേ, കൊടുത്തോ. ഇവിടെ മിണങ്ങിക്കോ. അതുപോലെ എന്തുകൊണ്ട്? നാ, അച്ചാറ്. മൂന്നൊന്ന്. लस्सी. ഹോർലിക്സിൽ പോകാൻ പറ്റാ हॉर्लिक्स. लस्सी. എല്ലാം രണ്ട് പ്ലേറ്റ് എടുത്തോട്ടാ. दो प्लेट. എന്താടാ അത്? തിന്നോ. ഇതാണോ താൻ പറഞ്ഞ മ്യാം സാർ? ഇതും ഒരു മാം സാബ് തന്നെ. ഞാൻ പറഞ്ഞത് ഇതല്ല, ഓ. ഇതിനേക്കാൾ വലിയൊരു മാം സാബ്. इसके ऊपर एक और है. അതുപോലെ തന്നെയാ. നല്ല തീറ്റയാ. ഇല്ല, സംസാരിക്കാൻ കഴിയും, आ പിന്നെ കാത് കേൾക്കാം. सुन सकती है. ദൈവത്തിന്റെ ഓരോ വികൃതികളെ. आहा. क्या बात है, म्यूजिकल क्या एंट्री. പൂജ ഇങ്ങ് വന്നേ, ഒരു സംഗതി കാണിച്ചു തരാം. വാ, ഒരാളെ ഞാൻ നിനക്ക് കാണിച്ചു തരാം. നീ കാണേണ്ട ആളാ. सिंपल है पूजा. ദേ ഇയാളാ, ചെവിയും കേൾക്കില്ല, സംസാരിക്കാനും കഴിയില്ല. क्या और इनको और कोई मिला नहीं था, पहली बार किसी को देखा है. പക്ഷെ കേൾക്കാനും സംസാരിക്കാനും കഴിയുന്ന ആളെ പോലെ തന്നെയാ പെരുമാറ്റം. वाओ. गया, अब तो गया. ഞാൻ സാബിനെ കണ്ടില്ലായിരുന്നു. ഓഹോ ഓ കാണാതെ ഇത്ര കൃത്യമായിട്ട് ഇവിടെ തന്നെ നീ എങ്ങനെ എറിഞ്ഞു കൊള്ളുന്നടാ? ഞാൻ ഇവനെ അറിഞ്ഞത്. ഈ മിണ്ടാപ്പാടിയാണ് ആ. എറിയടാ. അവന്റെ മോന്തയ്ക്ക് തന്നെ കൊള്ളാം. ദേ, ദേ, ഈ ഭാഗത്ത് എറി. ഒത്ത. ദേ, ദേ, ദേ. ആ. वो क्रिकेट खेल रहे. अरे അയ്യോ, ആ, കുത്തേ പോരാ. ओ गॉड. इनका शॉट भी सीधा ही मारना था.
तेरे वर्गा बहुत जोर का लगा है भाई लोटा അതെ നീ എന്ത് വേണമെന്ന് പറഞ്ഞു പക്ഷെ പഞ്ചാബി മാത്രം പറയരുത് കയ്യിലെ പണം കൊടുത്ത് മൊന്തോണ്ട് ഓ, ഇത് മലയാളി മാത്രം. എന്റെ ഭർത്താവ് മാത്രമേ കാണൂന്നാ പറഞ്ഞത്. പഞ്ചാബി പറയാൻ പാടില്ലെന്ന്. എന്താ പറഞ്ഞാല്? ആ ഈ നാട്ടിൽ താമസിക്കുമ്പോൾ ആ. പോലും നമ്മൾ ഇവിടുത്തെ ഭാഷയെ പറയാവൂ. ठीक है അല്ലെങ്കിൽ മുഴുമലയാളമായിട്ട് ചെല്ലുന്ന നമ്മളെ എല്ലാവരും കളിയാക്കും ഒറ്റപ്പെടുത്തും എന്നല്ലേ സിക്കന്ദർ പറഞ്ഞിട്ടുള്ളത്. ഓ എന്ത് പറഞ്ഞാലും സിക്കന്ദർ സിക്കന്ദർ. ഇത്രയ്ക്ക് പേടിക്കാൻ നിങ്ങളുടെ ജ്യേഷ്ഠനൊന്നും അല്ലല്ലോ. ജ്യേഷ്ഠന്റെ പുത്രനല്ലേ? ആ, ജ്യേഷ്ഠപുത്രൻ തന്നെ. പക്ഷെ ഞാൻ അവനെ എന്റെ ജ്യേഷ്ഠന്റെ സ്ഥാനത്താ കാണുന്നത്. ആ. അവൻ പറയുന്നതാണ് ഈ വീട്ടിലെ നിയമം. रूल നിയമം അതനുസരിച്ചാ മതി. क्या बात है ओए होए, इतने छोटी जगह में क्रिकेट साले कितने लूज शर्ट्स पहनते रहे ना ഈ തൂണിന്റെ ഒക്കെ കാലോട് പ്ലാസ്റ്റർ ഇടാൻ പറ്റൂല. ഞാൻ പോണോന്നാ നീ പോണോ? ഈ കാണുന്നതെല്ലാം എന്റെ. എനിക്ക് ഇഷ്ടമുള്ളപ്പോ ഞാനിവിടെ വരും. അയ്യോ 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 പുല്ല് വെട്ടാൻ പറഞ്ഞു ഇവിടെയാണോ പുല്ല് പുല്ല് കാറ് നിങ്ങളെ കട്ട് ചെയ്ത് പോകും. भाई कट तो नहीं गया എന്താണോ ഒന്നും ഞാൻ അങ്ങോട്ട് ചോദിക്കുന്നു. എന്താണോ തനിക്കിപ്പോ എന്താ വേണ്ടേ? കെട്ടിയവൻ ഞാനാണെങ്കിലേ കെട്ടിയത് മൂന്നാം പക്കം കൊണ്ടുപോയിട്ടുള്ളൂ. ഇത് കെട്ടിയത് ഞാനാ. ഇതല്ലതല്ല ഞാൻ പറഞ്ഞത്. ഞാൻ കെട്ടിയത് എന്താണെന്ന് നിനക്കറിയാം. നിനക്ക് മാത്രമല്ല ഇവിടെ ഉള്ള എല്ലാവർക്കും അറിയാം. अच्छा എന്താണ് ലോറൻസ്? ആഹാ. എന്താണ് അണ്ണ? ലോറൻസ് അണ്ണ. ഞാൻ കെട്ടിയവനാണെങ്കിലേ കെട്ടിയവനാ? അതെ. അപ്പൊ കെട്ടിയോളാരാ? ഞാൻ എന്നെ കെട്ടിയ ആള്. കെട്ടിയോളും കെട്ടിയോളും ഒരാളാ. ആ കെട്ടിയോളല്ല ഈ പന്തല് കെട്ടിയ ആള്. പന്തലോ? എന്റെ അമ്മ ഇത് പന്തല. അതെ. പൂജാ ബേട്ടിയുടെ കല്യാണത്തിന് ഇട്ട പന്തൽ. पूजा's marriage എന്നിട്ടെന്തായാലും വീട് പോലെ ഇരിക്കണം. हाँ घर क्यों लगता है കൊട്ടാരം പോലെ ഇരിക്കണമെന്നാ ബിടാസാവ് പറഞ്ഞത്. ആ. എന്നാ കല്യാണം? സമയമൊക്കെ കഴിഞ്ഞു. അത് നടന്നില്ല. आ കല്യാണം നടക്കേണ്ട ദിവസം തന്നെ അത് മുടങ്ങി. आ കല്യാണത്തിന്റെ അന്ന് തന്നെ കല്യാണം മുടങ്ങാന്ന് പറഞ്ഞ അന്ന് ഉണ്ടാക്കിയ ബിരിയാണിയൊക്കെ എന്ത് ചെയ്തു? तो Focus मान का है. तड़प रहे ഈ പന്തൽ വെച്ച് അവളുടെ കല്യാണം മുടങ്ങിയെങ്കിൽ ഇതേ പന്തലിൽ വെച്ച് തന്നെ അവളുടെ കല്യാണം നടത്തുമെന്ന് സിക്കന്ദർ ഈ പന്തലിൽ വെച്ച് ശപഥം ചെയ്തതാ. എന്നോട് ചോദിക്കാതെ എന്റെ പന്തലിന്റെ തലത്തോട്ട് സത്യം ചെയ്യാൻ ആര് പറഞ്ഞു? നിന്നോട് ചോദിച്ചിട്ടാണോ ഞങ്ങൾ ശപഥം ചെയ്തത്? നീ ഭാരിച്ച കാര്യമൊന്നും അന്വേഷിക്കണ്ട. വാടക കൃത്യമായി തരുന്നല്ലേ. എന്റെ പൊന്നു വായി എന്നെ കുഴപ്പിക്കരുത്. രണ്ടു മൂന്ന് കല്യാണം പള്ളിപ്പെരുന്നാൾ ധ്യാനം ഒക്കെ ആയിട്ടാ. ഇത് അഴിച്ചിട്ട് വേണം എനിക്ക് അവിടെ കൊണ്ടുപോയി പന്തല് കെട്ടാൻ. ഇത് അഴിക്കാൻ വന്നാൽ നിന്റെ കൈ ഞാൻ വെട്ടും. പോടാ. പോണാന്നാ? അതെ പോടാന്ന്. ഇല്ലേ നിന്നെ തല്ലിയിറക്കും. കാര്യമായിട്ടാണോ പറഞ്ഞത് തമാശക്കാണോ? കാര്യമായിട്ട് തന്നെയാ പറഞ്ഞത്. ആ എന്നാ കൊള്ളാം. ഒരുമാതിരി like joke. പറഞ്ഞേക്കാം. ആ. പിന്നെ ആ പെങ്കൊച്ചിന്റെ കല്യാണം ഒരിക്കലും നടന്നില്ലെങ്കിൽ ഈ പന്തല് കല്യാണത്തിന് സ്മാരകമാണെന്ന് ओ बेचारे वो बाप को दुख है यार अरे रे बेटी ने सुन भी लिया ये उन्होंने कुछ लगाया हुआ है क्या यहाँ पे गले में नहीं तो दाढ़ी पे कुछ लगा था देखा है वो तो एक ठाठा लगाया होता है बांधने के लिए दाढ़ी बांधने ശപഥം ചെയ്തതോടെ ഈ വീട്ടിലുള്ള മറ്റുള്ളവർ മറ്റൊരു ശപഥം കൂടെ ചെയ്യും. हाँ ഇനി പൂജാ ബേട്ടിയുടെ കല്യാണം കഴിഞ്ഞിട്ട് ഈ വീട്ടിലുള്ള മറ്റാരെങ്കിലും അച്ഛാ. കല്യാണം കഴിക്കുമോന്ന്. അത് നന്നായി. പെട്ടെന്നൊരു കല്യാണം വന്നാ തുണി അലക്കി 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 എനിക്ക് കല്യാണം കഴിക്കാൻ പറ്റാത്ത അവസ്ഥയാവും. പക്ഷെ പെട്ടെന്നൊരു കല്യാണം നടക്കും. എന്റെ എടോ കല്യാണം കഴിക്കണമെങ്കിൽ മിനിമം താലി കെട്ടാൻ ആരോഗ്യമെങ്കിലും വേണം. മിനിമം ഒരു പെണ്ണിനെയൊക്കെ താലി കെട്ടാനുള്ള ആരോഗ്യം ഈ ശരീരത്തിനുണ്ടോ? ഇല്ലെങ്കിൽ അവൾ എന്നെ പ്രേമിക്കോ? ദൈവമേ ഈ ശരീരത്തിനോട് പ്രേമോ? അതേടാ മേരാ പ്യാരി സോനാരെ ആഹാ. എന്ന് പറഞ്ഞ തങ്കമേ. Gold. തങ്കമ്മേടാ പെണ്ണിന്റെ പേര്. തങ്കമ്മ എന്നല്ലടാ പോത്തെ. ആ, തങ്കമേ സോനാരെ. सोनाली सोनाली വേഗം ഒഴിക്കടാ. ओए പിടിക്കല്ലേ, ये बोल तो नहीं सकता वो पी के तो उनका सच निकलेगा ना ഇവിടെയോ എന്തോ ഒരു തകരാറ്. क्या एक्सप्रेशन നാക്കിന്റെ മർമ്മത്ത് തീർ. അയ്യ applied on your tongue എന്തൊരു ഇത്തിരി തുറന്നു. ആ ഒഴി ഒഴി ഒഴി. है बोला എന്റെ അച്ഛന്റെ അച്ചാറ്.
कौन सा ब्रांड है भाई? कैसा मिलिट्री नशा? लिकर। എന്നാ പിന്നെ കിടന്ന് ഉറങ്ങിക്കൂടാ. और भी पी के सो जाता हूँ। എന്ത് പറ്റി രമണ? അയ്യോ പാവം. പോട്ടെ പോട്ടെ, അങ്ങനെ അവന്റെ മെയിൻ സ്വിച്ച് പോയി. വാ, നമുക്ക് സംസാരിക്കാം. फाइनली इतने टाइम बाद वो बोल पा रहे हैं। എനിക്ക് സംസാരിക്കാൻ ഇവിടെ ആരുമില്ലാതായി. ആരുമില്ലാതെ ഇവിടെ എനിക്ക് സംസാരിക്കാൻ. ओह वाओ वाओ। बच्चों के साथ फुल फन है। गिटार के साथ डांस मैच नहीं हो रहा। अरे गाने सुन लेगी वो। क्या सॉन्ग है? अरे बच्चे तो डांस करने के लिए आए। पीछे मस्त है, ट्रेन चल रही है। पंजाबी हाउस है, पंजाबी ट्रेन। सोना रे बिल्कुल टोन। गूंगा तो नहीं है वो, बहरा भी नहीं है। पकड़े गए। നീ സംസാരിക്കില്ല, പക്ഷെ പാട്ട് പാടും അല്ലടാ. മതി, സത്യം പറ, എന്തിനാ ഈ വേഷം കെട്ടൊക്കെ? ശരി, നിന്നെ കൊണ്ടത് പറയിക്കാൻ പറ്റുമെന്ന് ഞങ്ങളൊന്ന് നോക്കാം. हाँ, कैसे? പൂജ. മാം സാബ്, ഏ, എവിടെ പോയി? ഞാനിവിടെ ओह चरणों चरणों में। में। ചെവി കേൾക്കാനും Sometimes. ചിലപ്പോൾ സംസാരിക്കാനും പറ്റും. ഞാനൊരു പ്രത്യേക ഊമയാണ്. നിങ്ങൾക്കൊരു സത്യം അറിയോ? എനിക്കൊരു किडनी नहीं। അതിനെന്തിനാണ് ഊമയായിട്ട് അഭിനയിക്കുന്നത്? നിനക്കെന്താ വായിലാക്കി നീ? അല്ല, ഭാരിച്ച പണിയെടുത്ത ഹാർട്ട് അറ്റാക്ക് ഉണ്ടാവുന്ന ഡോക്ടറാ പറഞ്ഞത്. ऐसा कौन है डॉक्टर? ഊമയായിട്ട് അഭിനയിച്ച സെന്റിമെന്റ്സ് കിട്ടുമെന്നും ഭാരിച്ച പണിയൊന്നും എടുക്കേണ്ടി വരില്ല എന്ന് അമ്മാവനും പറഞ്ഞു. അമ്മാവൻ കാശ് വിട്ട് വരുന്നവരെ ഞാനിവിടെ എങ്ങനെയും ഒന്ന് പിടിച്ചു നിന്നോട്ടെ. ഞാനൊരു പാവ, ഞാൻ ആർക്കും ഒരു ദ്രോഹം ചെയ്യുന്നില്ലല്ലോ. ഒരൊറ്റ കിട്ടിക്കാരന്റെ വേദന നിങ്ങൾക്ക് മനസ്സിലാവില്ല. എന്നെ കൂടുതൽ കരയിപ്പിക്കരുത്. क्या स्कैमर आदमी है ये? ഞാൻ സംസാരിക്കുന്നത് നിങ്ങൾ ആരോടെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ പഞ്ചാബികളുടെ മൊത്തം വെള്ളം കൂടി ഞാൻ മുട്ടിക്കും. बॉटल? ഞാൻ ഇവിടുത്തെ കിണറ്റി ചാടിച്ചാവും. എന്താ ഈ കുട്ടി കൈകൊണ്ട് പറയണ? ശരി, ഞങ്ങള് കാരണം നീ കെട്ടിച്ചാടണ്ട. പക്ഷെ ഈ വിവരം ഇവിടെ വേറെ ആരെങ്കിലും അറിഞ്ഞാലുണ്ടല്ലോ, പിന്നെ നിനക്ക് മറ്റേ കിഡ്നി ഉണ്ടാവില്ല. പോയിക്കോ. अरे अब क्यों? अरे इनकी किस्मत अच्छी थी कि वो लड़कियों ने इनको देखा, नहीं तो कोई और देख लेता ना तो वहीं के वहीं खत्म हो जाना थे और इनकी ऐसी तैसी हो जाती। लेकिन लड़कियों को इन्होंने और बेवकूफ बनाया कि मेरे को भाई किडनी प्रॉब्लम है। यार ये सच में मतलब मेरे को तो सॉन्ग तो सच में बहुत है। सोना रे इतना समझ आया और कुछ भी समझ नहीं आया, पर ऐसा लग रहा था इंजॉय फुल कर रहे हैं। और वो जब सब मिलके शराब पी रहे थे यार, वो वाला तो क्या सीन था, बिकॉज उन दोनों के एक्सप्रेशन ऐसे थे, उनको लग रहा था उन्होंने बहुत ज्यादा पी रखी है एक्चुअली। एंड राजपाल यादव का मेरे को याद है कि उनके एक्सप्रेशन भी कमाल के हैं, बट यहाँ पे तो यार ये भी बहुत तगड़ा एक्टिंग है। एंड लाइक बिकॉज चूचू की मैंने बहुत पुरानी देखी है तो मेरे को एक्चुअली सीन्स तो याद ही नहीं है, बस यही है कि कुछ कुछ ग्लिम्सेस दिमाग में कभी आ जाते हैं, बट यहाँ पे तो सीन्स धमाकेदार है। अब मज़ा आएगा वो दोनों किस तरीके से इनका मज़ा लेती है। तो आप लोग कैसा लगा कमेंट सेक्शन में जरूर बताएगा। तो इसे लाइक करते जाए, कमेंट करते जाए, शेयर करते जाए और सब्सक्राइब करिए। बाय।